പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷനെ കുറിച്ചാണ്. പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ റെഫേഴ്സ് ടു ദ റൈവലറി ബിറ്റ്വീൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, അതിനെ എന്ത് പറയാ? പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ എന്ന് പറയാം. ആപ്പുകൾ തമ്മിലുള്ള, വെബ്സൈറ്റുകൾ തമ്മിൽ ദാറ്റ് കണക്ട് യൂസേഴ്സ് പ്രൊവൈഡേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസേഴ്സിനെയും പ്രൊവൈഡേഴ്സിനെയും ഒക്കെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊവൈഡ് ചെയ്യുന്നവരെയും അതിന്റെ യൂസേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. ദിസ് പ്ലാറ്റ്ഫോം കോമ്പീറ്റ് ടു അട്രാക്ട് മോർ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ കോമ്പറ്റീഷൻ ചെയ്യും. ബെറ്റർ സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് ഹയർ മാർക്കറ്റ് ഷെയറിന് വേണ്ടിയിട്ട് ബെറ്റർ സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ പല പ്ലാറ്റ്ഫോമുകളിലൂടെയും പല കാര്യങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷനെ നമ്മൾ പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഊബർ ഓലയും തമ്മിൽ വലിയ കോമ്പറ്റീഷൻ നടക്കണം. അതിനനുസരിച്ച് അവർ പല ഓഫറുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആമസോണും ഫ്ലിപ്കാർട്ടും സ്വിഗ്ഗിയും സൊമാറ്റോയും ആർ ആൾ എക്സാമ്പിൾ ഓഫ് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ. ഈച്ച് ട്രൈസ് ടു ഓഫർ ബെറ്റർ പ്രൈസസ്, ഫാസ്റ്റർ ഡെലിവറി, യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ആൻഡ് മോർ ബെനിഫിറ്റ് ബോത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതിൽ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും വലിയ ബെനിഫിറ്റും യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സും ഫാസ്റ്റർ ആയിട്ട് ഡെലിവറി സർവീസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പ്ലാറ്റ്ഫോം കോമ്പറ്റീഷന്റെ ഗുണം ആർക്കാ ലഭിക്കുന്നത്? ചില കൺസ്യൂമേഴ്സിനാണ് പ്രധാനമായിട്ട് ലഭിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ. മൾട്ടി സൈഡഡ് മാർക്കറ്റ്. പ്ലാറ്റ്ഫോം സെർവ് മൾട്ടിപ്പിൾ യൂസർ ഗ്രൂപ്പ്സ്. എക്സാമ്പിൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഡെലിവേഴ്സ് ആൻഡ് റൈഡേഴ്സ്. ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസർ ഗ്രൂപ്പ് ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. അവർ മൾട്ടി സൈഡഡ് മാർക്കറ്റ് ആണ് ഈ പ്ലാറ്റ്ഫോം കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. നെറ്റ്വർക്ക് എഫക്ട്. ദ വാല്യൂ ഓഫ് ദ പ്ലാറ്റ്ഫോം ഇൻക്രീസസ് ആസ് മോർ യൂസേഴ്സ് ജോയിൻ. നെറ്റ്വർക്ക് എഫക്ട് പറഞ്ഞാൽ ഒരു സാധനം കൂടുതൽ ആളുകൾ യൂസ് ചെയ്യും തോറും അതിന്റെ വാല്യൂ കൂടുന്നതിനെ എന്ന് പറയാം നെറ്റ്വർക്ക് എഫക്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് എഫക്ട് ഇതിലുണ്ടാവും. മോർ സെല്ലേഴ്സ് അട്രാക്ട് മോർ ബയേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. മോർ സെല്ലേഴ്സ് അട്രാക്ട് ചെയ്യും മോർ ബയേഴ്സിനെ ആൻഡ് വൈസ് വേഴ്സ. വിന്നർ ടേക്സ് ആൾ ടെൻഡൻസി. വൺ പ്ലാറ്റ്ഫോം മേ ഡോമിനേറ്റ് ദ മാർക്കറ്റ് ഇഫ് ഇറ്റ് ഗെയിൻസ് ഇനഫ് യൂസേഴ്സ് ഏർലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഡോമിനേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇഫ് ഇറ്റ് ഗെയിൻസ് ഇനഫ് യൂസേഴ്സ് ഏർലി. പെട്ടെന്ന് അവർക്കാണ് യൂസേഴ്സിനും കിട്ടുക. ഉദാഹരണത്തിന് ആമസോൺ ആണ് ഓൺലൈൻ റീറ്റെയിലിൽ ഒരു ഡോമിനൻസ് ആയിട്ടുള്ളത്. അപ്പൊ ആമസോണിന് കിട്ടുന്ന യൂസേഴ്സിന്റെ അത്ര ബാക്കിയുള്ളവർക്ക് ലഭിക്കണം എന്നില്ല. അവരെന്നാണ്ട് ആദ്യത്തിലെ മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യും. ഹൈ സ്വിച്ചിങ് കോസ്റ്റ്. യൂസേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്വിച്ച് പ്ലാറ്റ്ഫോം ഡ്യൂ ടു ലോയാലിറ്റി, ഡാറ്റ ആൻഡ് ഫെമിലാരിറ്റി. ഇതിന്റെ സ്വിച്ചിങ് കോസ്റ്റ് എന്താണ്? ഹൈ ആണ്. ഡാറ്റ ഡ്രിവൻ അഡ്വാൻറ്റേജ്. പ്ലാറ്റ്ഫോം കളക്ട് ആൻഡ് യൂസർ ഡാറ്റ ടു ഇംപ്രൂവ് സർവീസ്. ഈ പ്ലാറ്റ്ഫോമുകൾ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? യൂസറിന്റെ ഡാറ്റ എടുക്കും. അതെന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ സർവീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് കണ്ടെത്തും. പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് സ്റ്റേ ഹെഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഇന്നോവേഷൻ റൈസ്. കോൺസ്റ്റന്റ് അപ്ഗ്രേഡ് ആൻഡ് ഫീച്ചർ അഡീഷൻസ് ടു അട്രാക്ട് ആൻഡ് റിട്ടൈൻ യൂസേഴ്സ്. പെട്ടെന്ന് ഇന്നോവേഷൻ ഇതിൽ വരുത്തണം. ഇത് അപ്ഗ്രേഡ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയറുകൾ, ഈ ആപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യണം. പുതിയ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം. അതിലൂടെയാണ് കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കാൻ കഴിയും. ഓഫേഴ്സ്, ഫാസ്റ്റർ ഡെലിവറി, ന്യൂ പേയ്മെന്റ് ഓപ്ഷൻ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. സബ്സിഡൈസിങ് വൺ സൈഡ്. പ്ലാറ്റ്ഫോം ഓഫർ ഫ്രീ ഓർ ഡിസ്കൗണ്ടഡ് സർവീസ് ടു വൺ ഗ്രൂപ്പ് ടു ഗ്രോ ദ അതർ. പ്ലാറ്റ്ഫോം ഓഫർ ഫ്രീ ആയിട്ടോ ഡിസ്കൗണ്ട് സർവീസോ വൺ ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്താൽ ഗ്രോ ദ അതർ. ഫ്രീ ഡെലിവറി ഫോർ കസ്റ്റമേഴ്സ് ടു അട്രാക്ട് മോർ യൂസേഴ്സ്. ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ കൂടുതലായിട്ട് ആളുകൾ അതിലേക്ക് വരും. എക്കോസിസ്റ്റം ക്രിയേഷൻ. പ്ലാറ്റ്ഫോം ട്രൈ ടു ക്രിയേറ്റ് എ ഫുൾ എക്കോസിസ്റ്റം ഓഫ് സർവീസ് മേക്കിംഗ് യൂസേഴ്സ് ടു സ്റ്റേ ലോങ്ങർ. യൂസേഴ്സ് അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്യണം. ഗൂഗിൾ ലിങ്കിങ്, ജിമെയിൽ, യൂട്യൂബ്, മാപ്സ്, ഇങ്ങനെയുള്ള പല സർവീസുകളും ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് എക്കോസിസ്റ്റം ക്രിയേഷൻ. ചലഞ്ചസ് ഓഫ് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ. ഒന്ന്, മാർക്കറ്റ് സാറ്റുറേഷൻ. ടു മെനി പ്ലാറ്റ്ഫോം ഓഫറിംഗ് സിമിലർ സർവീസ് ക്യാൻ ലീഡ്സ് ടു ഇന്റൻസ് കോമ്പറ്റീഷൻ ആൻഡ് കസ്റ്റമർ കൺഫ്യൂഷൻ. ഒരു മാർക്കറ്റ് ഒരു സാറ്റുറേഷൻ പോയിന്റിൽ എത്തും എന്ന് പറഞ്ഞാൽ കുറേ പ്ലാറ്റ്ഫോമുകൾ വരികയാണ്. അപ്പൊ അതിലെ കസ്റ്റമർ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആയി മാറും. അങ്ങനെ കൺഫ്യൂഷൻ. നമുക്ക് ഒരു സാധനം നോക്കുമ്പോൾ ഓരോന്നിൽ നോക്കുമ്പോൾ പല വില കാണും. അപ്പൊ നമ്മൾക്ക് തന്നെ അതിലൊരു കൺഫ്യൂഷനിലെത്തും. ഹൈ യൂസർ എക്സ്പെക്ടേഷൻ. യൂസേഴ്സ് എക്സ്പെക്ട് ഫാസ്റ്റ്, ചീപ്പ് ആൻഡ് ഹൈ ക്വാളിറ്റി സർവീസ്. ഹാർഡ് ഫോർ ന്യൂർ സ്മോൾ പ്ലാറ്റ്ഫോം ടു മാച്ച്. യൂസേഴ്സ് ഫാസ്റ്റ് ആയിട്ട്, ചീപ്പായിട്ട്, ഹൈ ക്വാളിറ്റി സർവീസ് ആണ് പ്രതീക്ഷിക്കണം. പക്ഷെ പുതിയൊരു ഫേമിന് അതായിട്ട് മാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, സ്മോൾ ആയിട്ടുള്ള ഫേമിന്. മെയിൻറ്റെയിനിങ് ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി, എൻഷുറിംഗ് ക്വാളിറ്റി കൺട്രോൾ, ഡാറ്റ പ്രൈവസി, സെക്യൂർ ട്രാൻസാക്ഷൻ അക്രോസ് യൂസേഴ്സ് ആൻഡ് പ്രൊവൈഡേഴ്സ് ഈസ് ഡിഫിക്കൽട്ട്. ട്രസ്റ്റും സേഫ്റ്റിയും കൊടുക്കൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ക്വാളിറ്റി കൺട്രോൾ, ഡാറ്റ പ്രൈവസി, സെക്യൂർ ട്രാൻസാക്ഷൻ. ഡിപ്പെൻഡൻസി ഓൺ നെറ്റ്വർക്ക് എഫക്ട്. വിത്തൗട്ട് എ ലാർജർ user base, platform may struggle to survive or grow.
ലാർജ് ആളുകൾ യൂസ് ചെയ്താലേ നെറ്റ്വർക്ക് എഫക്റ്റ് ഉണ്ടാകും. കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതോറുമാണ് അത് വളരുക, അതിലൂടെ മറ്റുള്ളവരിലേക്ക് അത് ഇങ്ങനെ എത്താം. അങ്ങനെ ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അവർ സർവൈവ് ചെയ്യാൻ അവർ സ്ട്രഗിൾ ചെയ്യും. വിന്നേഴ്സ് ടേക്ക് ആൾ റിസ്ക്. വൺ പ്ലാറ്റ്ഫോം മേ ഡോമിനേറ്റ്, മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ അതേഴ്സ് ടു കോമ്പീറ്റ് ഓർ എൻ്റർ ദ മാർക്കറ്റ്. ഒരു ഫേം ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫേം ഇങ്ങോട്ട് വരാൻ, കോമ്പീറ്റ് ചെയ്യാൻ, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്ലാറ്റ്ഫോം മിസ്യൂസ് ആൻഡ് ഫ്രോഡ്. ഫേക്ക് റിവ്യൂസ്, സ്കാംസ്, മിസ്യൂസ് ബൈ യൂസേഴ്സ് ഓർ സർവീസ് പ്രൊവൈഡേഴ്സ് ക്യാൻ ഡാമേജ് ക്രെഡിബിലിറ്റി. ഫേക്ക് റിവ്യൂസ്, സ്കാം, മിസ്യൂസുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. ഹൈ മാർക്കറ്റിംഗ് അക്വിസിഷൻ കോസ്റ്റ്. പ്ലാറ്റ്ഫോം മസ്റ്റ് സ്പെൻഡ് ഹെവിലി ടു അട്രാക്ട് ബോത്ത് യൂസേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ ഏർലി സ്റ്റേജ്. ഏർലി സ്റ്റേജിൽ കൂടുതലായിട്ട് കോസ്റ്റ് ഒരു ഫേമിന് ആവശ്യം വരും. അതിന് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യം വരും. അത് യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാനും സർവീസ് പ്രൊവൈഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഇത് അത്യാവശ്യമാണ്. റെഗുലേറ്ററി ചലഞ്ച്. മെനി പ്ലാറ്റ്ഫോം ഫേസ് unclear or evolving laws, especially in areas like taxation, labor rights and data protection. പല ഫേമുകൾക്കും അൺക്ലിയർ ആയിട്ടുള്ള ഇവോൾവിംഗ് ലോ, നിയമം, അതിന് ഒരു കൃത്യമായിട്ട് നിയമങ്ങൾ ഇല്ലാത്തതുമാണ്. പ്രത്യേകിച്ച് ടാക്സേഷൻ, ലേബർ റൈറ്റ്സ്, ഡാറ്റ പ്രൊട്ടക്ഷനിലൊന്നും കൃത്യമായിട്ട് നിയമം ഇല്ലാത്തത് ഇതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം കോമ്പറ്റീഷനുമായി നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.